ഇന്ത്യയൊട്ടാകെ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോഴും അങ്ങ് ബംഗാളിലെ കൊൽക്കത്തയിൽ കണ്ണീരോടെ ഒരു മാതാവും പിതാവും ഇരിപ്പുണ്ട്. ഒരു നിർഭയയും ഒരു ഡോക്ടർ വന്ദനയുമല്ല, അങ്ങനെ എണ്ണമില്ലാത്തത്രത്തോളം പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നുണ്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ. ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യ എന്ന എൻ്റെ രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യയൊട്ടാകെ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോഴും അങ്ങ് ബംഗാളിലെ കൊൽക്കത്തയിൽ കണ്ണീരോടെ ഒരു മാതാവും പിതാവും ഇരിപ്പുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോയ മകൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചിരിക്കുകയാണ് ആ മാതാവും പിതാവും. 2024 ഓഗസ്റ്റ് മാസം 9-ാം തീയതി തുടർച്ചയായുള്ള 36 മണിക്കൂറത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കാനായി സെമിനാർ ഹാളിലേക്ക് പോയ RG കാർ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ PGT വിദ്യാർത്ഥിനിയായ ഡോക്ടറെ കാണാതെയാവുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ രാവിലെ 11:30 കോളേജിലെ സെമിനാർ മുറിയിൽ അവളുടെ അർദ്ധനഗ്നയായ ശരീരം കണ്ണിലും വായിലും മൂക്കിലും രക്തത്തോടെയും കണ്ടെത്തുകയുണ്ടായി. പിന്നീട് അവൾ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തെ നടുക്കിയ ഈ അതിക്രൂരത പുറം ലോകം അറിയുകയും അതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ പശ്ചിമ ബംഗാൾ മുഴുവൻ വ്യാപിച്ചു. അതോടുകൂടി ഈ ദാരുണ സംഭവം ലോകം മുഴുവൻ മാധ്യമങ്ങൾ വഴി അറിഞ്ഞു. പിന്നീട് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും ഇരയായിട്ടുണ്ട് എന്നാണ്. അതിക്രൂരമായ ഈ പീഡനങ്ങൾക്കെല്ലാം ശേഷം ഈ നരാധമൻ ദയയുടെ ഒരു കണിക പോലുമില്ലാതെ ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ കൊൽക്കത്ത പോലീസിന്റെ 4 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത് പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും അധരത്തിലും ഇടത് കാലിലും മണിവിരലിലും ഇടത് കൈയിലും മുഖത്തും തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞ ഏറ്റവും നടുക്കുന്ന കാര്യം പെൺകുട്ടിയുടെ ശരീരത്തിൽ 151 ഗ്രാം സെമൻസ് ഉണ്ടായിരുന്നുവെന്നാണ്. അതിനർത്ഥം ഒന്നിലധികം ആളുകൾ ചേർന്ന് അതിക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നതാണ്. പെൺകുട്ടിയെ സെമിനാർ ഹാളിൽ നിന്നും കണ്ടെത്തിയതിനു ശേഷം ഈ കോളേജിലെ പ്രിൻസിപ്പൽ, അതായത് അധ്യാപകൻ, അയാളെ ഒരിക്കലും അധ്യാപകൻ എന്ന് വിളിക്കാൻ യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത ഈ വ്യക്തിയെ ചോദിച്ച ചോദ്യം, എന്തിനാണ് ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ പോയതെന്ന്. 36 മണിക്കൂർ കണ്ടിന്യൂസ് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന ഒരു യുവ ഡോക്ടർ, ഒരു സ്റ്റുഡന്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ സെമിനാർ ഹാളിൽ പോയത് എന്തിനാണെന്ന് ചോദിച്ച വ്യക്തിയാണ് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന മഹാനുഭാവൻ. അതുമാത്രമല്ല, ഈ പ്രിൻസിപ്പൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞത് ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്നാൽ കൊൽക്കത്ത പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അവർ സഞ്ജയ് റോയ് എന്നൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സഞ്ജയ് റോയ് എന്ന നരാധമൻ ഈ കോളേജിലെ തന്നെ സിവിൽ വോളണ്ടിയറായി പ്രവർത്തിച്ചു വന്നിരുന്ന വ്യക്തിയാണ്. ശരിക്കും ഈ പ്രിൻസിപ്പലിന്റെ പ്രസ്താവനയും പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ സെമന്റെ അളവും പരിശോധിച്ചതിൽ നിന്നും ഇത് ഒരാളല്ല ഒന്നിലധികം വ്യക്തികൾ ചേർന്നാണ് ഈ പെൺകുട്ടിയെ അതിദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതേ തുടർന്ന് അങ്ങ് പശ്ചിമ ബംഗാൾ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇത് ശ്രദ്ധിക്കപ്പെടുകയും വളരെ വലിയ വാർത്തയാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ഓഗസ്റ്റ് മാസം 13-ാം തീയതി കൊൽക്കത്ത ഹൈക്കോടതി കേസ് പരിശോധിക്കുകയും പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഹർജി പ്രകാരം കേസ് CBIക്ക് തുടർ അന്വേഷണത്തിന് വിടാൻ സംസ്ഥാന പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ CBI ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലെത്തി കേസിന്റെ തുടരന്വേഷണം ഏറ്റെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വർഷങ്ങളോളം നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിലാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ന് നാം സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ ആഘോഷിക്കുമ്പോഴും ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ശരിക്കും നമ്മുടെ പെൺകുട്ടികൾക്ക് ആരെയും പേടിക്കാതെയും രാത്രിയിൽ ഇറങ്ങി നടന്നാൽ ആരും ഉപദ്രവിക്കുക ഇല്ല എന്നുള്ള വിശ്വാസത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടോ? ഒരു നിർഭയയും ഒരു ഡോക്ടർ വന്ദനയുമല്ല, അങ്ങനെ എണ്ണമില്ലാത്തത്രത്തോളം പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നുണ്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്?
ഇങ്ങനെ നമ്മുടെ പെൺകുട്ടികൾക്ക് സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ നമ്മുടെ കാലഹരണപ്പെട്ടു പോയ നിയമ സംഹിത തന്നെയാണ്. എന്തു കുറ്റം ചെയ്താലും, ആരെ റേപ്പ് ചെയ്താലും, ആരെ കൊന്നാലും നമ്മുടെ നിയമത്തിന്റെ ലൂപ്പ് വഴി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന കുറ്റവാളികൾക്കെല്ലാം പുറത്തിറങ്ങി നടക്കാമെന്നുള്ള ഓവർ കോൺഫിഡൻസ്, പുറത്തിറങ്ങി നടക്കാമെന്നുള്ള വിശ്വാസം ഒന്ന് തന്നെയാണ് ഈ പറയുന്ന കുറ്റവാളികളെയെല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോരുത്തരെയും ഓരോ കുറ്റകൃത്യം ചെയ്യാനായി പ്രേരിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകം എന്ന് തന്നെ നമുക്ക് പറയാം. അതുമാത്രമല്ല, ഏത് കൊടും കുറ്റവാളിയും തൻ്റെ പ്രസ്റ്റീജിനും തൻ്റെ ചീപ്പ് പബ്ലിസിറ്റിക്കും വേണ്ടി വാദിച്ചു പുറത്തെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപറ്റം അഭിഭാഷക വൃന്ദങ്ങൾ ഉണ്ടെന്നുള്ള ഓവർ കോൺഫിഡൻസും ഉണ്ടെന്നുള്ള വിശ്വാസവുമാണ് ഇതുപോലെയുള്ള ഓരോ നരാധപന്മാർക്കും വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനെ കൊണ്ടുള്ള പ്രേരണയാവുന്നതും. വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ നിയമസംഹിത എഴുതിയത് അന്നത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ നിയമം പൊളിച്ചെഴുതുക തന്നെ ചെയ്യണം. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഇത്രയും വലിയ അതിക്രമങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ അധികം സംഭവിക്കാത്തത്? കാര്യം അവിടുത്തെ നിയമത്തിനോടുള്ള പേടിയാണ്, അവിടുത്തെ പൗരന് നിയമത്തിനോടുള്ള പേടിയാണ്. പെണ്ണിനെ തൊട്ടാൽ ശരീരത്തിന് മുകളിൽ തല കാണില്ലെന്നുള്ള ജീവഭയം, ആ ഒരു ഭയം കൊണ്ട് മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാത്തതും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തതും. ശരിക്കും അതുതന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും, നമ്മുടെ നാട്ടിലെ നിയമങ്ങളോടുള്ള പേടി. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നമ്മൾ ആർഷഭാരത സംസ്കാരമെന്നോ, നമ്മൾ സാക്ഷര നാടെന്നോ, സാക്ഷര ഇന്ത്യയെന്നോ, സാക്ഷര കേരളമെന്നോ ഒന്നും പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും സ്ത്രീ എന്നുള്ളത് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമുള്ള സൃഷ്ടിയല്ല എന്നും, അവൾ അമ്മയാണെന്നും അവൾ പെങ്ങളാണെന്നും നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു തന്നെ തുടങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷയോടെ, വിശ്വാസത്തോടെ, ബലത്തോടെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഒരു ജീവൻ നമ്മുടെ നാട്ടിൽ പൊലിയാതെ കാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തിനേറെ പറയുന്നു, കുറേ എണ്ണം കിടപ്പുണ്ടല്ലോ നമ്മളുടെ പല ജയിലുകളിലായിട്ട് നമ്മുടെ പെൺകുട്ടികളെ ക്രൂരമായി ഇല്ലാതാക്കിയവന്മാർ. എന്തിനാണ് നമ്മുടെ ടാക്സ് കൊടുത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ തീറ്റി പോറ്റുന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുക തന്നെയാണ്. പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കൾക്കും സഞ്ജയ് റോയിയും ഗോവിന്ദചാമിയും പോലുള്ള മനുഷ്യമൃഗങ്ങളെ പേടിക്കാതെ തങ്ങളുടെ മക്കളെ കൈപിടിച്ചു നടത്തി സമൂഹത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു.